അഖിൽ പി ധർമ്മജന് കേന്ദ്ര സാഹിത്യ യുവ എഴുത്തുകാരനുള്ള അവാർഡ് കിട്ടിയതിന് ശേഷം എന്താ പറയുക, കുറേ പേര് അതിനെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് എന്താ പറയുക പുള്ളിനെ വിമർശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറേ കമൻറ്റും ഞാൻ കണ്ടട്ടോ. ഇത് 2025 അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മുടെ ക്ലാസിക്കുകളൊക്കെ വേണം. അതുണ്ടായാലും അതുപോലെ തന്നെ ന്യൂജനായിട്ടുള്ള ടൈപ്പിലുള്ള കൃതികളും വേണം. കാരണം ഒരു സാധാ റീഡർ അയാൾ ആദ്യം വരുമ്പോൾ തന്നെ എടുത്ത് മറ്റേ നമ്മുടെ വലിയ വലിയ ലേഖനങ്ങൾ പോലത്തെ സാധനങ്ങൾ എടുത്തല്ല വായിക്കുക. വളരെ ഷോർട്ടായിട്ട് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു വായനയോട് ഇഷ്ടം വരണം. അങ്ങനത്തെ ബുക്കുകളാണെന്നാണ് അഖിൽ പി ധർമ്മജൻ എവിടെയും പറഞ്ഞിട്ടുള്ളൂ. സോ എനിക്ക് വായിച്ചിട്ട് റാം കെയർ ഓഫ് ആനന്ദി വളരെ ഇഷ്ടപ്പെട്ടൊരു ബുക്കാട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചുരുക്കം ചില ബുക്കുകൾ മാത്രമാണ് ഒറ്റയിരിപ്പിനിരുത്തി വായിച്ചു തീർത്തിട്ടുള്ളൂ. ക്ലാസിക്കുകൾ പോലും എനിക്ക് അങ്ങനെ വായിച്ചു തീർക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ വിമർശിക്കുന്നവർ ആ ഒരു പരിഗണനയും കൂടെ വേണം കേട്ടോ. നമുക്ക് വലിയ വലിയ ക്ലാസിക്കുകളിലേക്കൊക്കെ പോവാം. പക്ഷെ അതിന് മുൻപ് നമ്മൾ നോർമലി ആളുകൾക്ക് വായിക്കാൻ തോന്നുന്ന രീതിയിലുള്ള ബുക്കുകൾ വേണം ആദ്യം തുടങ്ങാനായിട്ട്. സോ പണ്ടത്തെ പോലെ കുത്തിയിരുന്ന് വായിക്കുന്ന ആൾക്കാരൊക്കെ ഭയങ്കര കുറവാണ്. അപ്പോൾ ഇതുപോലെ ലൈറ്റായിട്ട് വായിക്കാനുള്ളതായിരിക്കും ആളുകൾക്ക് ഇഷ്ടമുണ്ടാവുക. അപ്പോൾ അസൂയപ്പെടാണ്ട് നമുക്ക് ഇതുപോലൊരു സംഭവം കിട്ടിയതിൻ്റെ ഒപ്പം സന്തോഷിക്കാം. എനിക്ക് അത്രേ പറയാനുള്ളൂ.